തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് CPIM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. ചാത്തന്നൂരിലെയും ചടയമംഗലത്തെയും CPI സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണം സംഘടനാ പ്രശ്നങ്ങളാണെന്നാണ് CPIMന്റെ പഴി. അവലോകന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24-ന് കിട്ടി. എന്നാൽ CPIM റിപ്പോർട്ടിലെ ഈ വാദങ്ങൾ ചാത്തന്നൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന R. രാജേന്ദ്രൻ തള്ളി. കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു പൊതു ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് LDFന് കുറച്ചെതിരായിരുന്നു. അത് 140 മണ്ഡലങ്ങളിലും അത് വന്നിട്ടുണ്ട്. ഞാൻ മത്സരിച്ച ചാത്തന്നൂരിൻ്റെ പ്രത്യേകത അവിടെ കഴിഞ്ഞ 2 തവണയായിട്ട് UDF 3-ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലമാണ്. ഈ തവണ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ആ വന്ന ജനങ്ങളുടെ ഇടയിൽ വന്ന ഒരു വിരുദ്ധ വികാരം BJPക്ക് അനുകൂലമായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീത്തും സൂര്യഗായത്രിയും ചേരുന്നു. ആദ്യം ശ്രീത്തിലേക്ക്. ശ്രീത്ത്, മിനിഞ്ഞാന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഇതിലെ വീഴ്ച ഉണ്ടായി എന്ന് സംസ്ഥാന സമിതിയോട് അറിയിച്ചു. അപ്പോൾ വീഴ്ച ഉണ്ടായി എന്നുള്ള അറിയിക്കൽ സംസ്ഥാന സമിതി അംഗീകരിച്ചു എന്നതിനപ്പുറം സംസ്ഥാന നേതൃത്വത്തിന് ഇതിലൊരു വീഴ്ചയുണ്ട് എന്ന് എടുത്തെടുത്ത് ചോദിക്കുമ്പോഴും അങ്ങനെ നിൽക്കുന്ന ഒരു മറുപടി പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് MV ഗോവിന്ദൻ അതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല, കാര്യം ഇതൊരു കൂട്ടായ തീരുമാനമാണ് എന്നൊക്കെയാണ് അവിടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയല്ല, ഒരു പേര് പറഞ്ഞപ്പോഴേക്കും ആ പേര് വേണ്ട, വേറൊരാളെ കൊണ്ടുപോവാ എന്ന് പറയാത്ത സംസ്ഥാന നേതൃത്വത്തിന് പിഴവുണ്ട് എന്ന് തന്നെയാണ് യഥാർത്ഥ വിലയിരുത്തൽ, അല്ലേ ശ്രീത്? കാശ്മീർ തീർച്ചയായും CPIMന്റെ സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗങ്ങൾ ഇതാണ്. ഞാനത് വായിക്കാം. പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന തലക്കെട്ടിലാണ് ഈ ഭാഗം പറയുന്നത്. പയ്യന്നൂരിൽ നേരത്തെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന വിഭാഗീയത തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്നു വരികയുണ്ടായി. പാർട്ടി വോട്ടിന്റെ ചോർച്ച പാർട്ടി വോട്ടിന്റെ ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിരുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച പേരുകൾ അതേപടി അംഗീകരിക്കുന്നതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിക്കും വീഴ്ചയുണ്ടായി എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി പട്ടിക നിർദ്ദേശിച്ചത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. ആ ജില്ലാ കമ്മിറ്റി തങ്ങൾക്ക് ആ കാര്യത്തിൽ വീഴ്ച പറ്റിയെന്ന് സ്വയം വിമർശനപരമായി സമ്മതിക്കുന്നുവെന്നാണ് ഈ റിവ്യൂ റിപ്പോർട്ടിലെ വാചകം. എന്നാൽ അതിന് തൊട്ടടുത്ത വാചകമായിട്ടാണ് കണ്ണൂർ നേതൃത്വം നിർദ്ദേശിച്ച പേരുകൾ അതേപടി അംഗീകരിക്കുന്നതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിക്കും വീഴ്ചയുണ്ടായി എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വീഴ്ച അല്ലെങ്കിൽ പിഴവുണ്ടായിരിക്കുന്നത് കണ്ണൂർ നേതൃത്വത്തിന് മാത്രമല്ല സംസ്ഥാന സമിതിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കൂടി ഉണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കുണ്ടായ വീഴ്ച സ്വയം വിമർശനപരമായി അവർ വിലയിരുത്തിയിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. ഇതാണ് ഈ കാര്യത്തിൽ സംഭവിച്ച കാര്യം. ഇതോടൊപ്പം തന്നെ മറ്റു ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ CPIയുടെ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. ചടയമംഗലം അതോടൊപ്പം തന്നെ ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ തോൽവിക്ക് കാരണം CPIക്കകത്തെ സംഘടനാ പ്രശ്നങ്ങളാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ LDFിലെ മറ്റു ഘടകകക്ഷികളായ ISJDയും RJDയും NCPയും മത്സരിച്ച സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന വിമർശനവും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കുന്നത് എലത്തൂർ, കൽപ്പറ്റ, കോവളം, കുട്ടനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമാണ്. എലത്തൂരിലും കോവളത്തും NCPയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ ശശീന്ദ്രനും തോമസ് കെ തോമസുമാണ് മത്സരിച്ചത്. അവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് തോൽവിക്ക് കാരണമെന്നാണ് CPIMന്റെ അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ RJD മത്സരിച്ച കൽപ്പറ്റയിൽ അവിടെ PK അനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി നിർണയത്തിലും പാളിച്ചയുണ്ടായി, അതാണ് തോൽവിക്ക് കാരണം എന്നാണ് ഈ CPIMന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഹാഷ്മി. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.